തൃശൂർ സ്വദേശിയായ കുഞ്ഞു മുഹമ്മദും കുടുംബവുമാണ് ദുരിതത്തിലായിരിക്കുന്നത്. അലൈനിൽ ഡെക്കറേഷൻ വർക്കുകളും മറ്റും ചെയ്യുകയായിരുന്ന ഇദ്ദേഹത്തെ സുഹൃത്തുക്കൾ പറ്റിക്കുകയായിരുന്നു അത്രേ. പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങാമെന്ന് പറഞ്ഞ് 17,000 ദിർഹം ഇദ്ദേഹത്തിൽ നിന്ന് വാങ്ങി ഒരു സുഹൃത്ത് നാട്ടിലേക്ക് മുങ്ങി. പലിശക്കെടുത്താണ് കുഞ്ഞു മുഹമ്മദ് ഈ തുക നൽകിയത്. പലിശക്കാരന് 8,000 ദിർഹം നൽകിയെങ്കിലും 35,000 ദിർഹം ലഭിക്കാനുണ്ടെന്ന് കാണിച്ച് അയാൾ ചെക്ക് ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയും കേസാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പോലീസ് പിടിയിലായ കുഞ്ഞു മുഹമ്മദ് സ്പോൺസറുടെ കാരുണ്യത്തിലാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. 1,300 ദിർഹമാണ് ഇദ്ദേഹത്തിന്റെ ശമ്പളം. ഇതിൽ 1,000 ദിർഹം വെച്ച് മാസവും പലിശക്കാരന് തൊഴിലുടമ നേരിട്ട് നൽകും. ഫലത്തിൽ ഇദ്ദേഹത്തിന്റെ മാസശമ്പളം വെറും 300 ദിർഹം. ഭക്ഷണത്തിന് പോലും ഗതിയില്ലാതെ ബുദ്ധിമുട്ടുകയാണ് ഈ കുടുംബം ഇപ്പോൾ. തൊട്ടടുത്തുള്ള കല്യാണ മണ്ഡപത്തിൽ നിന്ന് വല്ലപ്പോഴും ലഭിക്കുന്ന ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് അത് ചൂടാക്കി കഴിച്ചാണ് ഭാര്യയും 3 പെൺമക്കളും അടങ്ങുന്ന കുടുംബം ജീവൻ നിലനിർത്തുന്നത്. കഴിഞ്ഞ 1 വർഷമായി തങ്ങളുടെ ജീവൻ നിലനിന്നത് ഇങ്ങനെയായിരുന്നുവെന്ന് കരഞ്ഞുകൊണ്ട് കുഞ്ഞു മുഹമ്മദ് പറയുന്നു. ഇവിടെ ഒരു പാകിസ്ഥാനി ഉണ്ട്, അവിടുത്തെ വാച്ച്മാൻ. അയാള് എന്നെ വിളിച്ച് എല്ലാ പാർട്ടിയും കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് ഉള്ളിൽ കയറി എടുക്കാൻ മതി. അത് അങ്ങനെയാണ് കഴിക്കല്. ഇവിടെ ഞങ്ങള് ഫ്രിഡ്ജിലുള്ള കല്യാണ മണ്ഡപത്തിലെ സാധനങ്ങള് ഇങ്ങനെ തന്നെ ആയിരുന്നു. ഒരു കൊല്ലമായി ഞാനിങ്ങനെ നടക്കണേ ഇതായിട്ട്. ഞാൻ ആരോടും പറയാറില്ല. എന്റെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടും ഞാൻ മനസ്സിൽ വെച്ച് നടക്കാണ്. അലൈൻ ഇന്ത്യൻ സ്കൂളിൽ പഠിക്കുന്ന 2 കുട്ടികളുടെ സ്കൂൾ ഫീസ് കുടിശ്ശികയാണ്. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂവെങ്കിലും എന്ത് ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് കുഞ്ഞു മുഹമ്മദ്. ഒരു ഡ്രസ് പോലും എന്റെ കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. യൂണിഫോം അടക്കം കീറിയതായിട്ടുണ്ട് പോണ്. ഒരു ബാഗ് എന്റെ പിള്ളേര് കീറിയിട്ടാ പോണ്. എല്ലാവരും എന്റെ പിള്ളേരെ കളിയാക്കും. ഈ അവസ്ഥ ഒരാൾക്കും ഇനി വരെയെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയുന്നത്. വീടിന്റെ വാടക മാസങ്ങളായി നൽകിയിട്ട് അറബി വീടുകളിൽ നിന്ന് ലഭിക്കുന്ന വസ്ത്രമാണ് ഈ കുടുംബം കഴിഞ്ഞ 1 വർഷമായി ഉപയോഗിക്കുന്നത്. ആത്മഹത്യയുടെ വക്കീലാണെന്നും മക്കളെ ഓർത്ത് മാത്രമാണ് അത് ചെയ്യാതിരിക്കുന്നതെന്നും ഇദ്ദേഹം. പലവരും മരിച്ചിട്ടൊക്കെ ഉണ്ട്. ഞാനും അതിന് ശ്രമിച്ചാണ്. എന്റെ ഒരു കുട്ടിയെ ആലോചിച്ചാണ്. സുമനസുകൾ തന്നെയും കുടുംബത്തെയും സഹായിക്കുമെന്ന പ്രതീക്ഷയിലാണ് കുഞ്ഞു മുഹമ്മദ്. അലൈനിൽ നിന്നും ക്യാമറാമാൻ ജോബി വാഴപ്പള്ളിക്കൊപ്പം ഫൈസൽ ബിൻ അഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.